ഇനി നമുക്ക് വീണ്ടും ജമ്മു കാശ്മീരിലെ ഏറ്റുമുട്ടലിൻ്റെ വാർത്തയിലേക്ക്. അവിടെ ഒരു ഭീകരനെ സൈന്യം വധിച്ചു, ഒരു സൈനികന് പരിക്കേറ്റു എന്നുള്ള വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞു. വിനീത വി ജി ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകും. വിനീത, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ രാത്രിയും ജമ്മു കാശ്മീരിലെ വിവിധ സെക്ടറുകളിലൊക്കെ ഈ ഭീകരരും ഒപ്പം തന്നെ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നുണ്ടായിരുന്നു. ഇന്ന് ഈ കുപ്വാരയിലാണ് ഒരു ഭീകരനെ സൈന്യം വധിച്ചിട്ടുള്ളത്. ഈ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്നലെയൊക്കെ അവിടെ ഈ സെക്ടറുകളിൽ ഏറ്റുമുട്ടലുണ്ടായ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീർ പോലീസും ഒപ്പം തന്നെ സൈന്യവും സംയുക്തമായാണ് ആ നിയന്ത്രണ രേഖാ മേഖലകളിലൊക്കെ തന്നെ പരിശോധന നടത്തിയിരുന്നത്. ഇതിനിടയിലാണ് ഒരു ഭീകരനെ കണ്ടെത്തുകയും ആ ഭീകരനുമായി ഏറ്റുമുട്ടലുണ്ടാവുകയും ആ ഭീകരനെ വധിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഈ വിവിധ കുപ്വാര ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലൊക്കെ തന്നെ കൂടുതൽ സൈന്യത്തെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും പല മേഖലകളിലും തുടർച്ചയായി ഈ ഏറ്റുമുട്ടൽ തുടരുന്നൊരു പശ്ചാത്തലവുമുണ്ട്. ഇന്നലെ രാത്രിയും ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് ജീവൻ നഷ്ടമായ സാഹചര്യവുമുണ്ട്. കൂടുതൽ സൈനികരെ ഉൾപ്പെടെ അവിടെ എത്തിച്ച് ആ മേഖലകളിലൊക്കെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും സൈന്യം ഈ ഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പല മേഖലകളിലും ഇപ്പോഴും ഈ ഏറ്റുമുട്ടൽ തുടരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സൈന്യം നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള മേഖലകളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള പരിശോധന കൂടി നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എസ് കെ. ഓക്കെ, താങ്ക് യു.